പണ്ട് മുതലേ ടൈം വിചാരിച്ചൊന്നും വളഞ്ഞിട്ടില്ല, പക്ഷെ ഇത് നന്നായി വളഞ്ഞു. എന്താ എനിക്ക് നോ പറയാൻ അറിയാത്തോണ്ട് 8 ബോട്ടിൽ ഞാൻ വാങ്ങി. ഒറ്റടിക്ക് 8 ബോട്ടിൽ പെർഫ്യൂം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി DKT. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഹാർദവമായ പറയുമ്പോൾ സ്വാഗതം. അപ്പോൾ നമ്മളിത് ഇന്ന് ചുമ്മാ ഔട്ടിങ്ങിന് വന്നേക്കാണ്. നമ്മുടെ ഇവന്റ് കഴിഞ്ഞിട്ട് ഡെയിൻ, മീനാക്ഷി, അന്ന എല്ലാവരും ഇവിടെ ഉണ്ട്. അടുത്ത വ്ളോഗിനുള്ള പ്രിപ്പറേഷൻ. അതെ, അന്ന നമ്മുടെ കണ്ടന്റ് നമ്മള് കൂടെ നടന്നിട്ട് എല്ലാവരും വ്ളോഗേഴ്സ് ആയി. ഞങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തത്. യെസ്. അപ്പോൾ ഞങ്ങള് കുറച്ച് പേരും പിന്നെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് ഞങ്ങള് ഡെസേർട്ട് സഫാരിക്ക് വന്നേക്കാണ്. ആരൊക്കെയാണെന്നും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകണമെന്നും വെയിറ്റ് ആൻഡ് വാച്ച്. യെസ്, ലെറ്റ്സ് ഗോ. എവിടെ നോക്കിയാലും ഈ അന്നയാണ്. അന്നെ കൊണ്ട് തട്ടിത്തടഞ്ഞ് നടക്കാൻ. ഓക്കെ, നമ്മളെന്താ ചെയ്യാൻ പോണ? നമ്മൾ ഇന്ന് ഡെസേർട്ട് സഫാരിക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ എല്ലാം കഴിച്ച ഫുഡ് പച്ചയും മഞ്ഞയും ഓറഞ്ചും എല്ലാം കഴിച്ചിട്ട് അതെല്ലാം അവള് പുറത്തെടുക്കും. എനിക്ക് തോന്നുന്നു എല്ലാം പുറത്തെടുത്തിരിക്കും. തന്നെ ഓടിക്കണം അല്ലേ? ഈ വണ്ടി തന്നെ ഓടിക്കണം. തലേ കെട്ടി തന്നെ ഓടിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ബൈക്ക് ഓടിച്ചിട്ട് തന്നെ കൊറേ കാലായി. സാധാരണ ഞാൻ ബൈക്ക് നീ എന്നെ തെറ്റിക്ക് ഞാൻ കാണാൻ ഏതെങ്കിലും അറബിനെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ആളുടെ കൂടെ ഡുവറ്റില്. ഓക്കെ ഓക്കെ, ജിഷാൻ വിളിക്കും. ഇതാണ് ഇവിടുത്തെ കുറേ കോട്ട് ബൈക്സ് കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ആക്ച്വലി ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് കണ്ടു. ഞങ്ങൾ സ്കേർട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് കോട്ട് ബൈക്കിങ് അതുമ്പോൾ ഇരിക്കുമ്പോൾ ഇരിക്കാം, പക്ഷേ കുപ്പ് ചീത്ത പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരെയും ചീത്ത പറഞ്ഞു. പക്ഷേ പറയാൻ പറ്റില്ല, കാരണം നമ്മൾ പോകുമ്പോൾ ചിലപ്പം കാറ്റൊക്കെ അടിച്ചിട്ട് കയറി വരാൻ വേണ്ടി നമ്മൾ വിഷ്വൽസ് ഒക്കെ എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവളുടെ ഇത് മാറ്റിയിട്ട് പാൻറ്റാക്കാൻ പോവാം. എൻ്റെ കയ്യിൽ പാൻറ്റ് ഉണ്ടോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ കയ്യിൽ പാൻറ്റ് ഇല്ല എന്നാണ് വിശ്വാസം. അപ്പോൾ മിക്കതും ഞാൻ മറ്റേ ഫാൽക്കനെ പിടിച്ച് കിട്ടോ, അതായിരിക്കും എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്കത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നടക്കൂല. അപ്പോൾ എന്തായാലും നമ്മുടെ പെട്ടി വന്നു. ലെറ്റ്സ് ഗോ. പെട്ടിയെടുക്കട്ടെ. യെസ് ഗൈസ്, അപ്പോൾ ഞാൻ അറബി വേഷത്തിലേക്ക് ഞാൻ മാറിയിരിക്കുകയാണ്. ഞാൻ ഇത് മുന്നേ കണ്ടുകൊണ്ട് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തിട്ടാണ് വന്നത്. അതാണ് 2 ഫോട്ടോ എങ്കിലും എടുക്കാമല്ലോ. പക്ഷെ അവരുടെ ആരുടെയും ഈ സാധനം എല്ലാം മിക്കതും എൻ്റെ നിന്ന് അവിടുത്തെ എല്ലാം അയച്ചു വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഗ്ലാസ് കുക്കു എന്നുള്ളത്. കുക്കു അതുപോലെ എടുക്കാനാണ് പോയത്. അന്ന പാൻറ്റ് മാറ്റാൻ പോയി. അപ്പം അന്ന വരട്ടെ. യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈസൽക്ക. തൃശ്ശൂരിൽ നിന്നല്ലേ? നമ്മുടെ നാട്ടുകാരാണ്. ഫൈസലിക്കാണ്. എവിടെ? യെസ്, 3 പിടിക. അപ്പോൾ ഇക്കാണ് നമ്മളിന്ന് ജൂൺ പാഷ് ചെയ്യാൻ കൊണ്ടുപോകുന്നത്. അവിടെ തിരിച്ചെത്തിക്കണേ. ഭയങ്കര പേടിയുള്ളൊരു സാധനമാണ്. ചേട്ടനെല്ലാം എത്ര 7 വർഷമായിട്ടോ? 7 വർഷമായിട്ട് ചേട്ടൻ വണ്ടി ഓടിക്കുന്നതാണ്. തകർക്കും നിങ്ങൾ. ഫുൾ പൊളിന്ന്. ആരാണ് ഒട്ടൊക്കെ പുറത്തിരിക്കുന്നത്? കുതിരൊന്നും വരില്ലല്ലോ അല്ലേ? വെൽക്കം. ഇത് നോക്കിക്കേ. അയ്യോ, ഹായ് ഗായ്സ്. ഇത് വേണോ കുക്കു? അയ്യോ, ഒരു നിലവിളി ശബ്ദം കേൾക്കാം നിങ്ങൾക്ക്. ഇത് സെക്കൻഡ് റൗണ്ടാണ്. മീനാക്ഷി അഡ്വഞ്ചറസിന്റെ ആണെന്നൊക്കെ പറഞ്ഞത്. നമ്മളെ ശരിയാട്ടെ. അയ്യോ, ഞാനൊക്കെ അടിപൊളിക്കാരുന്നെങ്കിൽ വിറ്റായെന്നെ. ഇനിയിപ്പോ ഒരു ബഹളമൊക്കെ കേൾക്കാം. ഇത് എവിടുന്ന് മനസ്സിലാ, ഞാൻ എന്റെ പെട്ടി നിർത്തുക. എനിക്കറിയാതൊക്കെ ഇവിടെ വരുമ്പോ ആവശ്യം വരും. എങ്ങനെ ഉണ്ടായിരുന്നു കുക്കു ഒട്ടകത്തിന്മേലുള്ള ഒരു എക്സ്പീരിയൻസ്? ആദ്യമായിട്ടാണ് ഒട്ടകത്തിന്റെ മേലെ കയറണേ. ഓക്കെ, നല്ലതാ. ഇങ്ങനെ സ്നേഹമുള്ളവനാന്നൊക്കെ അല്ല,
ഞാൻ കേറിയതൊക്കെ നീ വീഡിയോ എടുത്തായിരുന്നു? എല്ലാം കണ്ടല്ലേ? അതെല്ലാം കണ്ടു. ഞാൻ തള്ളണ്ട. പക്ഷെ നല്ലതാ. ഞാൻ ആദ്യമായിട്ട് കേറിയ. ഇയാള് പോണൊക്കെ അടിപൊളി ആളായില്ലേ? എക്സ്പെർട്ട് എന്ന് തോന്നുന്നു. അയ്യോ ഡെയിൻ വിളിച്ചപ്പോ ഓഫായില്ല. അതെ മീനാക്ഷി ബാക്കില് ആരൊക്കെയോ വരുന്നുണ്ട്. ഏപ്പിച്ചേട്ടൻ അവിടെ. അടിപൊളി പുൾപൊളി അന്നോട് ഉരുണ്ട് വരുന്നുണ്ട്. ആ അവിടുന്ന് വരുന്നിട്ടാ അന്നേ. വാ ഓടി വാടി. ഓക്കെ അപ്പൊ ഞങ്ങൾ പോവാണ്. യെസ് പൊക്കോ ഓൾ ദ ബെസ്റ്റ്. ഉണ്ടായിരുന്നോ? എല്ലാവർക്കും ഒട്ടും ക്ഷീണല്ലാന്ന് തോന്നുന്നു. ഇല്ല ഞങ്ങക്ക് ചേട്ടന്റെ ഫൈസലിക്കയുടെ ഒരു സംഭവം കാണാൻ പറ്റില്ല നമുക്ക്. അതിന്റെ ഒരു വിഷമമുണ്ട്. ഫൈസലിക്ക് ഉണ്ടോ വിഷമം? അതെ ഫൈസലിക്ക് വിഷമം അറിയിച്ചിരുന്നു നമ്മളെ കൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ ഒരു തലക്കെട്ട് കെട്ടിപ്പിച്ച് ഞങ്ങളെ വിഷമം. അതെ ഞങ്ങക്ക് നല്ല അറബി വേഷത്തില് ഞങ്ങള് അല്ല അതിനെന്താ പറയാ കെട്ടണേന്? നോക്കട്ടെ സ്കില്ല് ഇവിടെ പുറത്തെടുക്കുന്നുണ്ട്. അയ്യപ്പ അതെ എന്നെ കൊണ്ടുപോകും അങ്ങോട്ട്. അത് പൊളിച്ച് മതിട്ടാ പിള്ളേര് വെറുതെ പ്രോത്സാഹനം. അങ്ങോട്ട് വണ്ടി ലെഫ്റ്റ് സൈഡിൽ നോക്കൊരു വണ്ടി. വേണ്ട ഇവള് വെറുതെ പ്രോത്സാഹനം കൊടുത്തിട്ടേ ചേട്ടനെ നാശാക്ക. അപ്പൊ അടിപൊളിയായിരുന്നു. നിങ്ങള് ഹാപ്പി ആണെന്ന് ഞങ്ങള് വിശ്വസിക്കണം. ഞങ്ങളുടെ വ്ളോഗേഴ്സ് എപ്പോഴും ചോദിക്കാറുണ്ട് ഡെയിനും മീനാക്ഷിക്കും സുഖമാണോ എന്നൊക്കെ. എടാ നിന്റെ ഈ തലക്കെട്ട് മാത്രം കാണാനുള്ളൂ. അല്ല ഇവന്റെ അല്ല നിന്നെ കാണുന്നുണ്ട്. ഇവന്റെ തലക്കെട്ട് മാത്രമേ ഉള്ളൂ. എന്റെ മുഖം ഇവിടെ വെച്ച് ഒട്ടിച്ചാ മതി. സാറില്ല എന്ത് ചെയ്യണം? നിങ്ങളൊക്കെ ഈ കുറച്ചു നേരം കൂടെ ഉള്ളൂ. അതിന്റെ എൻജോയ് ചെയ്തോണ്ട് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ എൻജോയ് ചെയ്തു. സൂപ്പറായിരുന്നു. എല്ലാ എൻജോയ്മെന്റും നിങ്ങളെ അറിയിക്കാൻ പറ്റിയിട്ടില്ല. അതെ പക്ഷെ ഞാൻ മറ്റേ സാധനം ഞാൻ ആദ്യമായിട്ടാ ചെയ്തത്. ഞാൻ മറന്നുപോയി. അതന്നെ ജൂൺ മറന്നുപോയതല്ല പറയാൻ പറ്റില്ല. ക്വാഡ് ബൈക്കിംഗ് അടിപൊളി നല്ല എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഒരു ചെറിയ പിടുത്തുണ്ടായിരുന്നില്ലേ? പിന്നെ നമ്മുടെ കയ്യില് വിചാരിച്ച പോലെ അത് പണ്ട് മുതലേ ടൈം വിചാരിച്ചൊന്നും വളഞ്ഞിട്ടില്ല. പക്ഷെ ഇത് നന്നായി വളഞ്ഞു. എന്താ അതൊരു വിഷമം കൊണ്ട് പറഞ്ഞതാ. അതെന്താ തലേക്ക് തന്നെ വന്നത്? യൂട്യൂബ് ചാനൽസ് ബാക്ക് ഫോർ അടുത്ത പ്ലാൻ ഞങ്ങൾക്ക് ഇനിയിപ്പോ നാളെ പോവാണല്ലോ. വീട്ടിക്ക് ടൈഗർ ബാം ഒക്കെ മേടിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ റിച്ച് ആയിട്ടുള്ള ഡേറ്റുടെ കൊണ്ടുപോയിട്ട് ഒരു 5 ഷൂസ് എന്റെ വക തരാം. നല്ലൊരു നമ്മള് സഹാറ സെന്ററിൽ പോവാം നമുക്ക്. ഓക്കെ അപ്പൊ ഞങ്ങള് നേരെ ഷോപ്പിങ്ങിന് പോവാണ്. ഷോപ്പിങ്ങിന് എവിടെ പോകുന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചിട്ട് ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ
നമ്മളങ്ങനെ ഡെസേർട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ ഷോപ്പിങ്ങിന് വന്നിരിക്കുവാണ്. അന്ന ഇവിടെ തകൃതിയായിട്ട് ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വിൻ്റർ ഷോപ്പിങ്ങിലാണ്. ആരത് ചേച്ചിയാണ് നമുക്ക് ഡ്രസ്സൊക്കെ എടുത്ത് ഒന്ന് തീരുമാനിക്കും. അടുത്ത കടയിൽ പാൻ കൊണ്ട് പിന്നിടിക്കാൻ കുറേ നേരമായി അത് പിടിച്ചോട്ടോ തലക്കും വിലക്കും നടക്കും. ഞങ്ങളിപ്പോൾ സാറ സെൻറ്ററിൽ ഇങ്ങനെ തേരാപ്പാര നടക്കുകയാണ് കേസ്. ഇവരെ ഓരോ കടകളിലും വിൻഡോ ഷോപ്പിങ്ങിന് വേണ്ടി കയറ്റി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല അവിടെ എന്താ സോറിയാ. ഓക്കെ, അന്ന എന്താ പർച്ചേസ് ചെയ്തത്? ഞാൻ ഒന്നും ചെയ്തില്ല. ഇല്ല അല്ലേ? ഞാൻ ഇങ്ങനെ കുറെ നോക്കി. നോട്ടം അതവിടെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പർച്ചേസിങ് കഴിഞ്ഞ് പൈസ കാൽക്കുലേറ്റ് ഡെയിൻ എന്താ വാങ്ങിച്ചേ? പറ അങ്ങോട്ട്. നിങ്ങളിത് കണ്ടോ? നമ്മൾ ഏത് ഷോപ്പിലാ നിക്കണേന്ന് കണ്ടോ? ബാഗ് എടുക്ക്, കാണിക്ക്, കവർ കാണിക്ക്. ലോക ജനത അറിയോ ഇപ്പൊ? റിച്ച് ലൈഫാണ് ഇവിടെ. ബ്രാൻഡിന്റെ പേരും കാണുന്നില്ല. അതൊക്കെ മനസ്സിലായി. ഓ കേട്ടോ, ബ്രാൻഡഡ് ഷോപ്പിലേക്ക് കയറൂ. ഇത് മീനാക്ഷി ഇങ്ങോട്ട് വരൂ. മീനാക്ഷി എന്തൊക്കെ പർച്ചേസ് ചെയ്തു കേക്കട്ടെ? ഞാനൊരു ഷൂസ് പർച്ചേസ് ചെയ്തു, ടീഷർട്ട് പർച്ചേസ് ചെയ്തു. ഇവിടുന്ന് ഇവരെ മൊത്തം ബ്രാൻഡ് ആൾക്കാരാ. അത് ഞാൻ എന്തോ മേടിക്കാൻ പുറത്തേക്ക്. അതെ, ഒരു കൂട്ടം സ്പ്രേ ബോട്ടിലിന്റെ ആളുകൾ എന്നെ പൊതിഞ്ഞു. എനിക്ക് നോ പറയാൻ അറിയാത്തോണ്ട് 8 ബോട്ടിൽ ഞാൻ വാങ്ങി. ഒറ്റടിക്ക് 8 ബോട്ടിൽ പെർഫ്യൂം. നീ അറിഞ്ഞത്? നീ പൈസ അവക്കറിയാ ഉള്ളില്. അന്നക്ക് പിന്നെ ഒന്നും മേടിച്ചില്ലേലും കുഴപ്പമില്ല, മേടിച്ചാലും കുഴപ്പമില്ല. അന്നൊരു ഷർട്ട്. ആ ഈശ്വര, ക്യാമറ ഓൺ ആക്കിയപ്പോ ഫുഡ് എന്ന് പറയും. ദൈവം അടുത്തത് കുക്ക് എന്തെങ്കിലും വാങ്ങിച്ചോ? അതായത് ഇവിടെ നമ്മൾ പൈസ ചെലവാക്കുമ്പോഴേ 100 രൂപ 50 രൂപ 150 രൂപ അത് അങ്ങനെ തോന്നണോളോ? അതെ, അങ്ങനെ തോന്നുള്ളൂ. ഇങ്ങനെ നമ്മള് ഒന്നും ചെയ്യാതെ ഒരു 5 മിനിറ്റ് നിൽക്കുമ്പോ നമ്മള് വെറുതെ ഇങ്ങനെ എണ്ണി നോക്കുമ്പോ ഇത്ര നേരം എണ്ണ വരുന്നു കുട്ടി. കണ്ടോ പേഴ്സ് കണ്ടോ? നഷ്ടക്കച്ചവടാ. അതിനും കൂടുതലായിട്ട് ബാഗ് ലാഭത്തില് മൊത്തത്തിലായിട്ടുണ്ട്. ആർക്കും നമുക്ക് വേണ്ടി കൊണ്ടുപോകും. ഇഷ്ടമുള്ളത് ഇഷ്ടപ്പെട്ട സമയത്ത് മേടിക്കാത്ത ഇല്ലാത്തോണ്ടതൊക്കെ. ഇതിപ്പോ ഇവിടെ വന്ന് നമ്മൾ പ്രോഗ്രാം ചെയ്തു. ആ പൈസക്ക് ഇവിടെ തന്നെ ചെലവാക്കി. നമ്മുടെ നാട്ടിലേക്ക് ഒന്നും കൊണ്ടുപോകില്ല. ഇനിയിപ്പോ അവളും മേടിക്കോ ഷൂസ്? ദൈവമേ. ഓക്കെ, അങ്ങനെ നമ്മള് ഷോപ്പിങ്ങിന്റെ മൂർത്തക്യത്തിൽ നിക്കാണ്. നമ്മുടെ ഉള്ളില് നമ്മൾ അറിയാതെ ഒരു എന്താണത്? അപ്പൊ നിനക്ക് ശരിക്കും ആ ബീന്ന് എഴുതിയിട്ടുള്ള സാധനം മേടിക്കായിരുന്നില്ലേ? നല്ല രസമല്ലേ ഇത്? എന്റെ ബാഗ് ഞാൻ ഇറക്കും നാട്ടിൽ ചെന്നിട്ട്. എന്റെ വരെ വണ്ടിട്ട് ഏതാ വാങ്ങിച്ച? ഇതിലേതാ? ഇതൊന്നല്ല. പിന്നെ കാണിച്ചാടാ. ഞങ്ങള് വേറെ ഷോപ്പിലായിരുന്നു. അത് കാരണം ഇത് പിടിച്ചിട്ടൊരു പോക്കുണ്ട് ഇനി റൂമിലേക്ക്. ഇത് കണ്ട് ഇതെല്ലാം ഞങ്ങൾ എല്ലാവരും കൂടെ പർച്ചേസ് ചെയ്തതാണ്. ഞങ്ങളുടെ ഈ 2 കുഞ്ഞു കവറ് ഇതൊക്കെ ഇവരൊക്കെ പർച്ചേസ് ചെയ്ത്. ഇതാണ് മീനാക്ഷിയുടെ കൊറേ 4 പെർഫ്യൂം എടുത്തപ്പോ ഞാൻ 4 പെർഫ്യൂമോ ഡെയിലി ഞാൻ വന്ന് പറഞ്ഞപ്പോ ഞാൻ സത്യം പറഞ്ഞ പേടിച്ചു. എന്താ പറ്റിയോ വിചാരിച്ചു. ഓക്കെ, ഞങ്ങൾ അങ്ങനെ ഷോപ്പിങ്ങിന്റെ മൂർദ്ധക്യത്തിൽ എത്തി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, ഫുഡ് കഴിക്കണം. പക്ഷെ ഇവരിങ്ങനെ കട മൊത്തം സാറ സെന്റർ മൊത്തം അരിച്ചു പറക്കിന്ന് തോന്നുന്നുണ്ട്. ഇനി എന്താ നിങ്ങളുടെ കൺഫ്യൂഷൻ? ഏത് ഷൂസ്? അത് മെയിലാണോ ഫീമെയിലാണോ? ശരിക്കും റേറ്റ് നോക്കുമ്പോ അല്ല ഭയങ്കര ഓഫറാ. ആക്ച്വലി ഓഫർ ഉണ്ടോ?
അല്ലാതെ എങ്ങനെ മേടിക്കുന്നത്? വേഗത്തിൽ ബലാക്കു വെച്ചേ പോണ്ടേ. മേടിച്ച നീ അത് ഒന്നും നോക്കണ്ട, മേടിക്കാൻ കിട്ടും കാശ പോട്ടെ. ഇവിടുന്ന് പിന്നെ റിഗ്രറ്റ് ചെയ്തത്, അയ്യോ എനിക്കത് മേടിക്കായിരുന്നു അങ്ങനെ ചെയ്തു. കുക്കുന് അങ്ങനെ ഒന്നും തോന്നണില്ലല്ലോ അല്ലേ? ഞാൻ മേടിക്കും, പക്ഷെ എനിക്ക് തോന്നുന്നത് ഭയങ്കര ഞങ്ങക്കിപ്പോ ദുബായിലാന്ന് തോന്നണില്ല. അത് നിങ്ങളെല്ലാരും വന്നപ്പോഴാണ് ആ നിങ്ങൾ നാട്ടിലെത്തിയ ഫീലാ. സത്യം ഞങ്ങൾ റിച്ച് ലൈഫിലാണ്. അല്ല ഈ 2 ദിവസം ഭയങ്കര രസമുണ്ടായിരുന്നു. ഇപ്പൊ ഇത് കുറച്ച് ഇത് ഞങ്ങൾ എനിക്ക് തോന്നുന്നു അടുത്ത വർഷം ഇതേ സമയത്ത് ഞാൻ ചിലപ്പോ എനിക്ക് ചോദിക്കും എനിക്ക് എന്താണ് നല്ല ബലരമാണോ. ഇതൊക്കെ ഒരു സന്തോഷല്ലേ. നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് വേണ്ടിയിട്ടല്ലേ. ഞങ്ങള് ഞങ്ങളുടെ കുറെ ദുബായില് കേസ് കോഡിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അല്ല അത്രേ ഉള്ളൂ. അതൊക്കെ അടുത്ത വർഷം കേസ് കോഡിൽ നിന്ന് ഞങ്ങൾ പൈസ ഇപ്പൊ നിനക്ക് പണിയെടുക്കാനുള്ള ഒരു ഇത് വന്നില്ലേ, അതാണ് വേണ്ടത്. പണി വരണ്ടേ. ലെറ്റ്സ് ഗോ. നൈസായിട്ട് വൈൻഡപ്പ് എടുക്കാൻ മറന്നായിരുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.